ഷസാം കോൾമി ഷസാം ലൈവ് ഉണ്ടെന്നാ ലൈവാ ഷസാം ലൈവ് ഇടുന്നുണ്ടോ? ഞാൻ ഷസാമിന്റെ ലൈവ് കണ്ടിട്ടില്ല. ഷസാം ലൈവ് ഒന്നുമില്ലല്ലോ. എടുത്തു ലൈവ് ഒന്നുമില്ലടാ, ലൈവ് ഒന്നുമില്ല. വെറുതെ പറയല്ലോ എന്നൊക്കെ കാര്യം. അവിടെ ഇൻസ്റ്റയിലൊന്നും ലൈവ് ഇല്ലടാ. ഞാൻ ഫോൺ എടുത്തട്ടോ, ഞാൻ ആൻഡ്രോയിഡ് ഫോൺ എടുത്ത് ലാസ്റ്റ് പറഞ്ഞിട്ടില്ല നമ്മള്. ഏതാ എടുത്താ അറിയോ? റിയൽമി GT നിയോ അല്ല GT അങ്ങനത്തെ ഏതോ ഒരു സാധനം, ഞാൻ പേര് പറഞ്ഞത്. യൂട്യൂബ് എടാ നായി, ഞാൻ ഇപ്പൊ യൂട്യൂബ് നോക്കിയിട്ടാണ് ഇൻസ്റ്റയിലേക്ക് പോകുന്നത്. എടുത്തു ഇതാന്ന് യൂട്യൂബ് എടുത്തു, ലൈവ് എടുത്തു. എല്ലാം വരും. ഡോണ്ട് വറി, വെരി ഹാപ്പി ടു സ്റ്റാർട്ട്. എന്താ ഒരു തൂറാമുട്ടി ലുക്ക്? സജസ്റ്റ് Xiaomi CV40 നല്ലതാണ്. ഫ്രണ്ട് ക്യാമറയിൽ അൾട്രാ വൈഡ് ഒക്കെ പോകാൻ പറ്റും. സോ അപ്പൊ നമുക്ക് വ്ളോഗ് ചെയ്യാനായിട്ട് ബാക്ക് ക്യാമറ വെച്ച് തന്നെ ചെയ്യണമെന്നില്ല, 4K സപ്പോർട്ട് ഒക്കെ ഉണ്ട്. സോ Xiaomi CV is a good option for bloggers. ഇപ്പൊ ഞാൻ വിജയ് ഫാനാണ്. ഞാൻ ഒരിക്കലും അതിന് മറ്റേ വേറൊരു ചെറുക്കുണ്ട് ഒപ്പം പൊന്നു അവനെയൊന്നും പോലെ വന്നിട്ട് എന്റെ വിജയണ്ണൻ മറ്റേ കോപ്പ അമേരിക്കയിൽ പോയി കളിച്ചിരുന്നെങ്കിൽ എല്ലാവരെയും തോപ്പിച്ച ഇങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങേരെ തന്നെ കോമാളിയാക്കണ കുറെ എണ്ണുണ്ട്. അതുപോലെ ഒന്നും ആവരുത്, അത്രേ ഉള്ളൂ. ഇവരെ കണ്ടിട്ടില്ല, ഇവർ എന്താണ് ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നെയാണ് മനസ്സിലായത് നമുക്കൊരു നമ്മുടെ ഈ സാധനം സെമി കണ്ടക്ടർ ബിസിനസ്സിലോട്ടൊക്കെ ഇറങ്ങുന്നുണ്ട്. സോ തൊപ്പി ഇൻ ദ ചാറ്റ് തൊപ്പി വന്ന ഞാൻ കണ്ടില്ലല്ലേ. സൂപ്പർ ചാറ്റ് ആവുന്നില്ലടാ. തൊപ്പിയെ ഞാൻ നേരിട്ടൊന്ന് കാണുന്നുണ്ട്. അവനൊരു കാര്യം പറഞ്ഞായിരുന്നു. ഞാൻ അത് അന്നേ പറഞ്ഞൊരു സാധനമാണ്. ആർക്കെങ്കിലും അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഒരുത്തന്നെ അതിൽ ഇരുത്തി ഞാൻ ചെയ്യുന്നു. നറുക്ക് വീണിരിക്കുന്നത് തൊപ്പിക്കാണ്. തൊപ്പിയെ ഞാൻ നേരിട്ട് കാണുമ്പോൾ ഞാനൊരു ലൈവ് ഇടും. എല്ലാരും അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. വെയിറ്റിംഗ് എന്തിനാണെങ്കിൽ എന്തായാലും അവന് ആൻഡ്രോയിഡ് ഫോണിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഹീ ക്യാൻ എനിക്കൊരു DM അയക്കാം. എനിക്ക് ആ വഴി അതാണ് തൊപ്പിയോടെ ഉണ്ടെങ്കിൽ. ഓ അങ്ങനെ അവൻ ജാസ്മിനൊക്കെ അയക്കുള്ളൂ. നമുക്കൊക്കെ നമ്മള് പാവപ്പെട്ടോ. എവിടെ തൊപ്പി എനിക്ക് കാണാൻ പറ്റില്ലടെ. എനിക്ക് കാണാൻ പറ്റാ. ഈ പറയുന്ന ഹാക്ക് ആയിട്ടുണ്ട്. തൊപ്പി ലൈവാണ്, നിങ്ങളുടെ ലൈവ് റിയാക്ട് ചെയ്യുക. ഓ അവൻ മറ്റേ റൂട്ടറാ. MRC തൊപ്പിയാ. അവന് മാത്രം മനസ്സിലാവണ മലയാളം ഭാഷയാണ് എവിടെ ലൈവ് എനിക്ക് പീഡകൻ എന്തോടെ മലയാളത്തിൽ ഇന്ന് വരെ കേൾക്കാത്തൊരു വാക്കാണ് NTS. പീഡകന് പിന്നെ അവൻ പിന്നെ ഋത്തിക് റോഷനെ പോലെ ഇരിക്കണത്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. സായി കൃഷ്ണയാണോ സീക്രട്ട് ഏജന്റ് ആണോ ഇഷ്ടം? എന്ത് ചെയ്യാൻ സീക്രട്ട്? ഞാൻ സീക്രട്ട് ഏജന്റ് ഫാനാണ്. പക്ഷെ അവന് വെറുതെ ബിഗ് ബോസിൽ പോയിട്ട് ഒരു കാര്യമില്ലായിരുന്നു. എന്നാലും കുഴപ്പമില്ല, ഐ വിൽ കം ബാക്ക്. എന്തിനോ പറഞ്ഞിട്ട് പോട്ടെ. പക്ഷെ അവന് ഞാൻ ഒരു ലൈവ് എന്തായാലും ഇടും കേട്ടോ. അവ ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്. ആ ഡൗട്ട് എന്തായാലും ക്ലിയർ ചെയ്യണം. ഐ ആം ഓൾസോ ദേർ. അപ്പൊ എന്തായാലും നോക്കാം. നേരത്തെ പറയുന്നില്ല എന്തിനെ കുറിച്ചാ? ഞാൻ ലാസ്റ്റ് മൂവി റിവ്യൂ ലൈവ് നിർത്താൻ പോവുകയാണ്. ഓക്കെ call me Flash guys. bye guys. subscribe. ഞാൻ എല്ലാരും പറയുന്ന തമാശ രീതി പറഞ്ഞടാ.
ബ്രോ ലുക്ക് ലൈക്ക് റൈപ്പർ അല്ല പീഡകങ്ങള്. ശരിക്കും ചൂടായി, ശരിക്കും ആള് പൊട്ടിയാണ് അങ്ങനത്തെ സംഭവം. ഓനങ്ങനെ അല്ലല്ലോ പൊതുവെ, ആള് ചില്ലാന്നല്ലോ. ഇതെന്താ സംഭവം, എന്താ പറ്റിയേ? ഞാനൊക്കെ വന്ന് ഞാൻ അന്നാ മൂവി റിവ്യൂ ആ സംഭവം പറഞ്ഞിട്ടില്ലേ, അതുകൊണ്ടായിരിക്കും. കോൾ എന്നടാ നമ്പറില്ല. ഇൻസ്റ്റാ കോൾ ചെയ്യണോ? ഓക്കെ കോൾ എടാ ഓനെന്തോ ബാഡ് അടിച്ച പോലെ എനിക്ക് തോന്നുന്നത്, അതാണ് ഞാൻ പിന്നെ വേണ്ടാന്ന് വിചാരിച്ചത്. കോൾ ചെയ്താലേ കോൾ ചെയ്യാൻ പറ്റും. നോ ആൻസറാ. ഈ ചാനലിൽ വരുന്ന ഒരു വീഡിയോയും പെയ്ഡല്ല. അന്ന് ഞാൻ ഈ ചാനൽ നിർത്തും. ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുള്ളതാണ്, പിന്നെയും ഞാൻ പറയുന്നു, ഈ ചാനൽ പൂട്ടും. 5 രൂപ ആരെയെന്തെങ്കിലും മേടിച്ചിട്ട് ഞാനിവിടെ വന്ന് ഒപ്പീനിയൻ പറഞ്ഞ 5 രൂപ 5അല്ല എത്ര ആയിക്കോട്ടെ, കാശ് മേടിച്ചിട്ട് നിങ്ങളത് കോൾമി ഷസാമതാണ്ട് ഇത്ര രൂപ മേടിച്ചിട്ട് ഇന്ന് ആവൻ പ്രൂവ് ചെയ്യുന്നു, നിർത്തും. ഈ ഒരു ചാനൽ നിർത്തും. ഞാനിത് എന്തിനാണ് പറഞ്ഞതെന്ന് ചിലവർക്ക് മനസ്സിലാവും. ജസ്റ്റ് പറഞ്ഞു, കാശ് മേടിച്ചിട്ട് ഇത് ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. ഞാനൊരു കാര്യം പറയട്ടെ, ഷസാം പൈസ വാങ്ങിട്ട് റിവ്യൂ ചെയ്യുന്നതെന്ന് പറഞ്ഞത് കുറെ ആൾക്കാരാണ്. ആ ന്യൂസ് എന്റെ ചാറ്റിലേക്ക് എത്തി. ഓക്കെ, ഞാൻ ഒരു ദിവസം ലൈവ് ചെയ്തോണ്ടിരിക്കുന്നു, ഇങ്ങനെ എന്തോ ഗെയിം കളിക്കുന്ന എന്തോ പരിപാടി ഞാൻ ചെയ്യുന്നു. അപ്പൊ ചാറ്റിൽ വന്നിട്ട് ഇങ്ങനെ വന്ന സാധനം, ഷസാം പൈസ വാങ്ങി റിവ്യൂ അങ്ങനത്തെ എന്തോ ഒരു സംഭവം വന്നപ്പം ഞാൻ വാടക ആ വീഡിയോ എടുത്ത് നോക്കിയാൽ മതി. ഞാൻ ചാറ്റിൽ ആൾക്കാരോട് ചോദിക്കാം, ഷസാം പൈസ വാങ്ങിയിട്ടാണ് റിവ്യൂ ചെയ്തേ ആണോ? അങ്ങനെ ചോദിച്ചതാണ് ഇവര് ഇത്രയും ഹേർട്ടായത്. എടാ മുത്തേ, സോഷ്യൽ മീഡിയയിൽ ഒരു കാര്യം നടക്കുമ്പോ, ഒരു ബിഗ് ഇതില് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന ഒരു സംഭവം നടക്കുമ്പോ അതിനെക്കുറിച്ച് ഡൗട്ട് ചോദിക്കും ആൾക്കാർ, മനസ്സിലാവും. സ്ട്രീമേഴ്സ് ആകുമ്പോ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യും, എന്താ സംഭവം എന്നറിയാൻ. ഞാൻ കാര്യം പറയില്ല, ഷസാം തീരെ ചില്ലല്ല കേട്ടോ ആള്, കാര്യം പറയില്ല. നേരത്തെ ഇതൊക്കെ ഇത് നല്ല സംസാരിച്ചു, നേരത്തെ ലൈവിൽ ഇറക്കോ അറിയില്ല, പെട്ടെന്ന് ലൈവ് ആയിക്കോട്ടെ അതിന്റെ ഒരു ആങ്സൈറ്റിയിൽ എന്തെങ്കിലും പറഞ്ഞു പോയതായിരിക്കും. പക്ഷെ ഓൻ ഫുള്ളും ഞാൻ തമാശക്ക് എന്തോ പറഞ്ഞു, ഷസാം ലുക്കിലേക്ക് പീഡകൻ അങ്ങനെ എന്തോ പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഇവൻ ചിരിച്ചുള്ളൂ ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇവൻ പെട്ടെന്ന് നിന്റെ കാണാൻ പിന്നെ ഋത്തിക് റോഷനെ പോലെ അല്ലേ, പെട്ടെന്ന് ഇവൻ മനസ്സിലാ ചങ്ങായിക്ക് ജോക്ക് എടുക്കാനുള്ള ഇത് പോയി തോന്നട്ടെ. എനിക്ക് തോന്നുന്നു ആൾക്കാരെ ഇങ്ങനെ പറഞ്ഞു വെറുപ്പിച്ച് മൈൻഡ് അങ്ങനെ ആയിന്ന് തോന്നും. ഞാൻ മുന്നത്തെ ഒരു ഇതിൽ വെച്ചിട്ട് എൻ്റെ മൈൻഡിൽ ആള് ഫുള്ള് എല്ലാം ജോക്കായിട്ട് എടുക്കുന്ന ചില്ലായിട്ട് എടുക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. എനിക്ക് തോന്നുന്നു മിക്കവാറും ലൈവിൻ്റെ ഒരു ചങ്ങായി ലൈവ് അധികം ചെയ്യാത്തതല്ലേ, എപ്പം ഒരിക്കലല്ലേ ലൈവായിട്ട് വന്നിട്ട് സംസാരിക്കുള്ളൂ. അപ്പം അതിൽ പെട്ടെന്ന് ആങ്സൈറ്റി അടിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും പെട്ടെന്നൊരു ഇതിൽ പറഞ്ഞതായിരിക്കും, എനിക്ക് അറിയില്ല. പക്ഷെ എനിവേ ഞാൻ വിചാരിച്ച പോലെ അല്ല, ആള് കുറച്ച് സീരിയസ് ആകും, മനസ്സിലാവും. ഓക്കെ.